അങ്ങനെ രണ്ട് ഗേൾസ് ഒരു ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ഇങ്ങനെ റോട്ടിൽ നിന്ന് ഓയക്കൊണ്ടാക്കി തുടങ്ങിയായിരുന്നു. അതുകൊണ്ട് ഹീറോ ഓഫീസിലേക്ക് വന്നു. അങ്ങനെ ഹീറോയിൻ അവിടെ 4 പേർക്ക് ഒരിടത്ത് നിന്ന് സീറ്റ് കിട്ടിയത്. 4 പേര് ഇരുന്നിട്ട് അവിടെ സംസാരിക്കായിരുന്നു. അതിനായിട്ട് എല്ലാവരും പറയുന്നു ബോസ് വന്നു എന്ന് പറഞ്ഞു. ജിമ്മിനോട് ടെൻഷനിലകത്ത് പോയി. ഹീറോയ്ക്ക് എന്താ ഇവിടെ നടക്കുന്നത് എന്ന് ജിമ്മിനെ കണ്ട് ഹീറോയിൻ ഫ്ലാറ്റായി. ഹീറോയുടെ ചേട്ടൻ പറയുന്നു ക്യൂട്ടായിട്ടുണ്ടാ ഗേൾ, അത് ഒരുപോലെ ഗേൾ ഫ്രണ്ട് ആയിരുന്നു. ഹീറോ പറയുന്നു ഗേൾ ഫ്രണ്ടാ, അപ്പോൾ അവനക്ക് സിംഗിളല്ലേ, കമ്മിറ്റായോ എന്ന് ഹീറോ ചെയ്തതായി. ഹീറോയുടെ ചേട്ടൻ എന്ത് പറ്റി, ഒരുപോലെ അവനക്ക് ഗേൾ ഫ്രണ്ടില്ല, ഞാനേ എൻ്റെ ഗേൾ ഫ്രണ്ട് ആവാൻ വെച്ച് പോയി. ഹീറോയ്ക്ക് വഴക്ക് പറയാൻ തുടങ്ങി. അതൊന്നും സെറ്റില്ല, നമുക്ക് അവർ ബോസാണ്, നമ്മൾ അവർ എംപ്ലോയി, മനസ്സിലായി ചേട്ടാ, ഇങ്ങനെ പറയണ്ട. ജിമ്മിനകത്ത് പോയിട്ട് വഴക്ക് പറയാൻ തുടങ്ങി. മിയാ ബോസ്, ഇത് എനിക്ക് ഫയലല്ല റെഡിയാക്കാൻ പറഞ്ഞു, അവരോട് കൊടുത്തു. അതെ 4 പേര് വന്നിട്ടുണ്ട്, എനിക്ക് കേട്ടിട്ടുണ്ട്, അവർക്ക് നീ കൊണ്ടുപോയി ഫയൽ കൊടു. ഓക്കെ ബോസ്, ബാക്കി അവർ ജോലി ചെയ്ത് എന്നോട് പറയാം. അങ്ങനെ ശരി ബോസ് എന്ന് പറഞ്ഞു. മിയ അയ്യോ ഈ ബോസിനെ വെച്ച് എന്താ ചെയ്യുക, ബോസൊക്കെ കല്യാണം കഴിഞ്ഞാൽ നന്നായിട്ടുണ്ടായിരുന്നു. അങ്ങനെ മിയ മനസ്സിലൂടെ പറയായിരുന്നു. അതുകൊണ്ട് മിയ അത് വെളിയിൽ വന്നു. അങ്ങനെ മിയ വെളിയിൽ വന്നപ്പോൾ എന്ത് സംഭവിച്ചു, മിയ ഫസ്റ്റ് കീർത്തിൻ്റെ അടുത്ത് പോയി. കീർത്തിക്ക് ഫയൽ കൊടുത്തു, പൂജക്ക് കൊടുത്തു, ഹീറോയ്ക്ക് കൊടുത്തു. ഹീറോയി എന്താ എനിക്ക് ഫയലാ, തിരിഞ്ഞു നോക്കുമ്പോൾ ഹീറോയിൻ്റെ ചേട്ടൻ അവിടെ ഇരുന്നിട്ട് നല്ല തിറുമുറുക്കായിരുന്നു. എന്താ ചെയ്യുക, ഫയൽ ഇങ്ങനെ കമ്പ്യൂട്ടർ പറഞ്ഞാൽ ഓണാകുന്നില്ല. അങ്ങനെ മിയ വന്ന് എന്ത് പറ്റി, ഇല്ല ഈ കമ്പ്യൂട്ടർക്ക് എന്ത് പറ്റി അറിയില്ല. അങ്ങനെ മിയ വന്ന് അടുത്ത് വന്ന് അതിനെ ശരിയാക്കി. മിയ കൈ അർജുൻ്റെ കൈ മിയൻ്റെ കൈ ടച്ചായി. മിയാക്കൊരു ബട്ടർഫ്ലൈ പറക്കുന്ന മതിയായി. നിങ്ങളിത് ചെയ്തോ എന്ന് മിയ അവിടുന്ന് ഓടിപ്പോയി. ഇത് കണ്ട് ഹീറോയ്ക്ക് കൺഫ്യൂസ് ആയി. മിയാക്ക് എന്ത് ഇവർക്ക് എന്ത് പറ്റി, മാംക്ക് എന്ത് പറ്റിയെന്ന് മിയാനെ നോക്കുകയായിരുന്നു. മിയാക്ക് ബട്ടർഫ്ലൈ പറഞ്ഞാലും മിയ ഒറ്റ ഓട്ടം ഓടിപ്പോയി. അതിനായിട്ട് മിയാക്ക് ഇതെന്ത് നടക്കുന്നതെന്ന് അർജുനക്ക് കൺഫ്യൂസ്. ശരി ഓക്കെ, അങ്ങനെ ഓണാക്കി ചെയ്തിട്ട് പോയി. ഫയൽ അവർ ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ഫയലെല്ലാം ചെയ്തായിരുന്നു. അങ്ങനെ ജിമ്മിന് യഥാർത്ഥ ഫോൺ സംസാരിച്ച് വെളിയിൽ വന്നു. അപ്പോൾ യഥാർത്ഥ ഹീറോയിൻ കണ്ടു വന്നു ജിമ്മിന് ഫോൺ സംസാരിച്ച് കൂൾ ഗ്ലാസ് എടുത്ത് ഹീറോയിനെ നോക്കിയായിരുന്നു. പക്ഷെ കണ്ണടക്കാതെ നോക്കിയായിരുന്നു. ജിമ്മിനൊക്കെ ഹീറോയിനെ കണ്ട് പിടിച്ചു പോയി. ഓക്കെ ഇവളെ സിംഗിളാണോ കമ്മിറ്റാണോ, ഒരുപോലെ ഇവള് സിംഗിളാണ് എനിക്ക് എന്ന് ജിമ്മിൻ മനസ്സിൽ വെച്ചിട്ട് പോയി. ശരി ഇവളെ ഡീറ്റെയിൽസ് എനിക്ക് വേണം. മിയാനെ വിളിച്ചായിരുന്നു. അങ്ങനെ ഫോൺ കടിച്ചായിരുന്നു. മിയാന്ന് വിളിച്ച മിയ അയ്യോ ഈ ബോസൊക്കെ എന്ത് പറ്റി, ഞാൻ എവിടെ പോയാ മിയാന്ന് എന്തിനാ മിയ എനിക്ക് കഷ്ടം, ഈ പേര് വെച്ച് എനിക്ക് കഷ്ടം. എന്താ ബോസ്, മിയ ഓക്കെ ഇപ്പോൾ 4 പേര് പറഞ്ഞിട്ടുണ്ടല്ലേ. യെസ് ബോസ്. ഓ ആ സീറ്റിലുള്ള ഹീറോയിൻ്റെ ഡ്രസ് കളർ പറഞ്ഞിട്ട് അവരുടെ ഫുൾ ഡീറ്റെയിൽസ് എനിക്കിപ്പോൾ വേണം സാർ. ജങ്കുക്കല്ലേ എൻട്രി ചെയ്ത്, അത് ബോസ്. ശരി ഓക്കെ, എനിക്ക് ഡീറ്റെയിൽസ് വേണം. അങ്ങനെ ഹീറോയിൻ്റെ ഡീറ്റെയിൽസ് കിട്ടി. ഓ മാരേജ് ആയിട്ട് അപ്പോൾ സിംഗിളാണല്ലേ, ശരി ഓക്കെ. അങ്ങനെ ആയിട്ട് ഒരുപോലെ ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ എന്താ ചെയ്യാം, ജിമ്മിനെ നോക്കുമായിരുന്നു. ഇവളെ ശ്രദ്ധിക്കണം. അങ്ങനെ ഇവള് വന്നത്ര അങ്ങനെ ഹീറോയിനെ ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഹീറോയിനെ നോക്കാൻ തുടങ്ങിയായിരുന്നു. ഹീറോയെ ആരോട് സംസാരിക്കുക, ഒരു ചേട്ടനോട് സംസാരിക്കുക. ജിമ്മിനിക്ക് ടെൻഷൻ ആകത്ത്. ഹീറോയുടെ ചേട്ടൻ അറിയാതെ പാവ ജിമ്മിനിക്ക് ജലസ് മുത്തിക്കിട്ട് പോകുന്നത്. ഇതിനെന്ത് തെറ്റാവില്ല. അങ്ങനെയായിട്ട് മിയാനെ വിളിച്ചായിരുന്നു. ബോസ് അതെ അതാരാ, അവളെ ബോയ് ഫ്രണ്ടോ, മിയാനോട് ചോദിച്ചു. മിയ ചിരിക്കാൻ തുടങ്ങി. ബാസ് അത് ബോയ് ഫ്രണ്ട് അല്ല ബാസ് എന്ന് ചിരിക്കാൻ. നീ ഏതാ ചിരിക്കുന്നത് ബാസ്, അവളെ ബോയ് ഫ്രണ്ട് അല്ല, അവളെ ചേട്ടനാ. ഇതാണ് ജിമിനിക്ക് ഷോക്ക്. എന്താ ചേട്ടനാ, അതെ ബോസ്, അവനും കൂടെ മുമ്പ് വേറെടുത്ത് ജോലി ചെയ്തായിരുന്നു. അത് മാത്രമല്ല ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ, നമ്മളെ ഇന്ത്യയിലൊരു കമ്പനി ഉണ്ടല്ലേ, അവിടുന്ന് ഇവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്താൽ. അത് മാത്രമല്ല ഇവൾക്ക് കൂടെ ജോബ് കിട്ടിയതാണ്. അങ്ങനെ ഇവർക്ക് പറഞ്ഞതാ. ഓ അങ്ങനെയാണോ എന്ന് ചെമ്മിന് സ്മരിച്ചത്. ഇവളെ ചേട്ടനെ കറക്റ്റ് ചെയ്താൽ മാത്രം ഇവളെ ഞാൻ കറക്റ്റ് ചെയ്യാൻ പറ്റും. ജിമ്മിന് മനസ്സിലിരിക്കാൻ തുടങ്ങി. അങ്ങനെ ഹീറോയിൻ്റെ ചേട്ടനെ വിളിച്ചായിരുന്നു. അയ്യോ സാറ് നീ ഇപ്പോൾ വിളിക്കുന്ന ജോലി പാതിയുള്ളത്. മിയാനോട് പറഞ്ഞു. ബോസ് ഇവിടെ എനിക്ക് റെൻ്റ് ചെയ്തെന്നുള്ളത്. ശരി ഓക്കെ. അങ്ങനെ റെൻ്റ് ഉള്ളത് ഏതെന്നുള്ളത് അങ്ങനെ റെൻ്റ് ട്രാക്ക് ചെയ്ത് സോറി സാർ ലേറ്റായി, സോറി സാർ എന്ന് ജിമ്മിൻ്റെയോട് പറഞ്ഞിരുന്നു. ജിമ്മിന് പറഞ്ഞു ഇരുന്നു വന്നു. സാർ ഫയൽ നോക്കി. ഗുഡ്, നല്ല ജോലി ചെയ്യാനുണ്ട്. അങ്ങനെ ജിമ്മിന് പറയാൻ തുടങ്ങി. എനിക്ക് കുറച്ച് സംസാരിക്കാറുണ്ട്. സാർ എന്താ സാർ, എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം എന്ന് ജിമ്മിൻ പറഞ്ഞു. സാർ എന്താ ഹെൽപ്പ് ചെയ്യണം,
എനിക്കൊരു ഡീറ്റെയിൽസ് വേണം, അതുകൊണ്ട് എൻ്റെ കൂടെ നൈറ്റ് മീറ്റ് ചെയ്യാമെന്ന് ജിമ്മിന് പറഞ്ഞു. ഓക്കെ സർ, എവിടെ വെച്ച് മീറ്റ് ചെയ്യാം? അഡ്രസ്സ് പറഞ്ഞു. ശരി ഓക്കെ എന്ന്, നീ ഇപ്പോൾ പോയിക്കോ എന്ന് പറഞ്ഞു. സർ ഇനിയൊരു ഫയൽ റെഡി ആണോ? ഇല്ല സർ, അത് പാതി ചെയ്യണം പോലുള്ളത് സർ. ഓൾറെഡി അത് പാതി മാത്രം ശരിയില്ല, അത് ബാക്കി മാത്രം ഞങ്ങൾക്ക് ശരിയാക്കാനുള്ളത് സർ. ബാക്കിയെല്ലാവരും നേരെ ചെയ്തിട്ടുണ്ട് പറഞ്ഞു. ശരി ഓക്കെ അങ്ങനെ പറഞ്ഞു. ശരി ജിമ്മിൻ പറഞ്ഞു അയച്ചായിരുന്നു. അങ്ങനെ ഫുൾ അവർ ഫയലെല്ലാം ചെയ്ത് കഴിഞ്ഞായിരുന്നു. ഹീറോയിൻ ചേട്ടാ ലേട്ടായി, ശരി നീ പോയിക്കോ എന്ന് പറഞ്ഞു. ചേട്ടാ നീ വരുന്നില്ലേ? ഇല്ലമ്മ, ചേട്ടന് കുറച്ച് ജോലിയുണ്ട്, അത് കഴിഞ്ഞ ശേഷം വരാൻ പറഞ്ഞു. അങ്ങനെ 3 പേര് അവിടെ നിന്ന് പോയി. ഹീറോയിൻ പറയുന്നത്, മച്ചി എന്തടി ഇവിടെ നടക്കുന്നു, ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു. ശരിയടി ഹീറോയിൻ്റെ ചേട്ടൻ പറഞ്ഞായിരുന്നു. അത് അങ്ങനെയായിട്ട് ജിമ്മിന് പറഞ്ഞു, ഞാൻ എന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം എന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഹീറോയിൻ ചേട്ടൻ കാർ ഡ്രൈവിങ് ചെയ്ത് പറഞ്ഞു. കീർത്തിയുടെ കൊടുത്ത് കാർ ഡ്രൈവിങ് കീർത്തിയാണ് ഡ്രൈവ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഹീറോയിനാക്കി. അവർ 3 പേര് നിന്നിട്ട് സംസാരിക്കായിരുന്നു. ഇപ്പോൾ ജിമ്മിന് പറയാനുണ്ടെങ്കിൽ ഞാൻ ഹോട്ടലിൽ വിളിച്ചോണ്ട് വന്നു. ജിമ്മിന് പറയാനുണ്ടെങ്കിൽ നിൻ്റെ അനിയത്തിക്ക് സിംഗിളാണ് കമ്മിറ്റ് ആണ് കേട്ടോ. സാർ എന്തിനാ സാർ എന്നോട് ചോദിക്കുന്നത്? ഇല്ല, നിൻ്റെ അനിയത്തിനെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, അതുകൊണ്ട് കേട്ടതാന്ന് പറഞ്ഞായിരുന്നു. ഹീറോയുടെ ചേട്ടൻ എനിക്ക് ഷോക്കായി. ഈ അടിവൽ പിന്നാറിനെ ഇവർക്ക് ഇങ്ങനെ ഇഷ്ടപ്പെട്ടു സാർ, അവളെ കുറിച്ച് അറിയില്ല സാർ, അവൾക്ക് ടെൻഷനായി എന്ത് ചെയ്യും ഏത് ചെയ്യും അറിയില്ല വാസ് എന്ന് പറഞ്ഞു. ഫുൾ ഡീറ്റെയിൽസ് ഹീറോയിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു. സാർ ഞാൻ ഒരു കാര്യം പറയാം, അവൾ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ചെക്കൻ വന്ന് ഹീറോയ്ക്ക് പ്രപ്പോസ് ചെയ്തായിരുന്നു. അവൻ പിടിപ്പിച്ചതും അവന് 2 ദിവസമായി സ്കൂളിലൊക്കെ വന്നില്ല സാർ. എന്ത് ചെയ്ത് സംഭവിച്ചറിയോ സാർ? പ്രപ്പോസ് ചെയ്തായിരുന്നു അവൻ പ്രപ്പോസ് ചെയ്ത്, അതിന് അവൻ എന്ത് ചെയ്തറിയോ സാർ? അവൻ്റെ മൂക്ക് ഒടിച്ചു പോയി സാർ. പിന്നെ 8ാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു ബോയ്, അത് മാത്രമല്ല ഹീറോയിനെ ടോർച്ച് ചെയ്തായിരുന്നു. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു സാർക്കറിയോ? അവനക്ക് പെപ്പർ പൗഡർ എൻ്റെ കണ്ണ് കിട്ടി, അതുകൊണ്ട് വന്നില്ല. പിന്നെ 9ാം ക്ലാസ്സിൽ എന്ത് നടന്നു അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് പറയുന്നതാണ്. ഫസ്റ്റ് ഇയർ ഒരു സീനിയർ ഹീറോയിന് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു സാർ. സീനിയർ പ്രപ്പോസ് ചെയ്തായിരുന്നു. ഇപ്പോൾ അവളെ പുറകിലാണ് സാർ. വീട്ടിലെല്ലാം കറക്റ്റ് അവനിപ്പോൾ പഠിക്കാൻ പോയി ഇപ്പോൾ